ഡേയ് ശ്രീലക്ഷ്മി അറക്കൽ കരഞ്ഞു എന്ന്. എന്തല്ലേ മനുഷ്യന്മാരായ കരയില്ലേ? ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ ഇനി സത്യത്തിൽ ശ്രീലക്ഷ്മി അറക്കലിൻ്റെ ഒരു അവസ്ഥ അതാണ് എൻ്റെ മനസ്സിലൂടെ പോയത്. സൈബർ ബുള്ളിങ് ഒരു പ്രശ്നമല്ല. ഞാൻ പുരോഗമനവാദമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. പ്രോഗ്രസീവായിട്ട് പോകുന്ന ഒരുപാട് പേര് എനിക്കറിയാം. ഞാനും പ്രോഗ്രസീവായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ തോട്ട്സുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. എത്രയൊക്കെ നമുക്ക് സൈബർ ബുള്ളിങ് പ്രശ്നമല്ല, അല്ലെങ്കിൽ ഇതൊന്നും ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു മൂഡാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമുക്ക് ഹിറ്റ് ചെയ്യും. എനിക്ക് ശ്രീലക്ഷ്മി അറക്കലിൻ്റെ കരച്ചിലിൽ അതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്തോ അവരെ ഹിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു ഓവർകം ചെയ്യട്ടെ. ഞാൻ പലപ്പോഴായിട്ട് ശ്രീലക്ഷ്മി അറക്കലിനെ കണ്ടന്റ് ചെയ്യുമ്പോൾ ശ്രീലക്ഷ്മി അറപ്പ് എന്ന് പറയാനാണ് എനിക്കിഷ്ടമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഒരു മാറ്റമില്ല കേട്ടോ. ശ്രീലക്ഷ്മി അറപ്പ് എന്നുള്ളത് തന്നെ ഞാൻ പറയും. കാരണം ശ്രീലക്ഷ്മിക്ക് ഇപ്പോൾ ഒരാളോടോ ഒരു വിഷയത്തിനോടുള്ളൊരു പെർസ്പെക്റ്റീവ് പോലെ ശ്രീലക്ഷ്മി ഈ ഷിംജിത ദീപക് വിഷയത്തിൽ പറഞ്ഞ കുറേ കാര്യങ്ങളോട് എനിക്ക് അതിഭീകരമായിട്ടുള്ളൊരു അറപ്പാണ് അവരോട് തോന്നിയത്. അത് ഞാൻ അങ്ങനെ തന്നെ വയ്ക്കുന്നു. പക്ഷെ അവർ കരഞ്ഞ ആ സിറ്റുവേഷൻ, അവരനുഭവിക്കുന്ന ആ സൈബർ ബുള്ളിങ്ങിൻ്റെ അവസ്ഥ, ദാറ്റ് ഐ റെസ്പെക്റ്റ്. അത് ഓവർകം ചെയ്യാൻ അവർക്ക് പറ്റട്ടെ. ഓക്കെ, നമുക്ക് കുറച്ച് ശ്രീലക്ഷ്മി അറക്കലിൻ്റെ ഇൻ്റർവ്യൂസ് നോക്കാം. ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രോഗ്രസീവായിട്ടുള്ള തോട്ട്സ് സൊസൈറ്റിയിലേക്ക് വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു ലേഡിയാണ്. പക്ഷേ അവരുടെ ഒരു മേജർ പ്രോബ്ലം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് എന്താ വെച്ചെങ്കിൽ, അവർക്ക് എവിടെ എന്ത് പറയണം എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. ഇപ്പം ഇന്ന് ഇവിടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഈ കാറിനകത്ത് വെക്കുകയാണ്. ഈ ശ്രീലക്ഷ്മി ഇന്ന് ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമായിരിക്കില്ല നാളെ വേറൊരു സ്ഥലത്ത് പോയിരുന്നു പറയുമ്പോൾ. ശ്രീലക്ഷ്മിക്ക് ആ ഒരു മൂഡ് അനുസരിച്ചാണ്. ക്യാമറ ഓണായി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അപ്പം എന്താ മൂഡ് തോന്നണം അതുപോലെ തന്നെ വർത്താനം പറയും. വേറൊരു സ്ഥലത്ത് പോയിട്ട് ചിലപ്പോൾ അത് വളരെ കാഷ്വലായിട്ട് മാറ്റിയും പറയും. ഈ ഒരു ഡിഫറൻസ് കാരണമാണ് ശ്രീലക്ഷ്മി അറക്കൽ പലപ്പോഴായിട്ട് ഏറെ പോയിട്ടുള്ളത്. എന്താണെങ്കിൽ നമുക്ക് നോക്കാം. ശ്രീലക്ഷ്മി അറക്കൽ ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു പോക്സോ കേസ് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നം. ഇപ്പോൾ ശ്രീലക്ഷ്മിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ശ്രീലക്ഷ്മി അറക്കൽ അതെങ്ങനെ ടാക്കിൾ ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു അവസ്ഥ പേടിച്ചു. നാട്ടിൽ നടക്കുന്ന പല പോക്സോ കേസുകളും, പല ആണുങ്ങൾക്കെതിരെയും വരുന്ന പോക്സോ കേസുകളൊക്കെ മതിൽ പൊളിക്കാൻ വേണ്ടി പോയതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടതോ കുറേ കേസുകൾ അങ്ങനെയാടേ. മനസ്സിലായില്ലേ? ഇത് പോക്സോ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിൽ മറ്റേത് കുട്ടികളെ ചെയ്ത അവൻ എന്നുള്ളൊരു ധാരണയിലേക്ക് സൊസൈറ്റി മാറി. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ ശ്രീലക്ഷ്മി അറക്കൽ പ്രോഗ്രസീവായിട്ട് ആൺവിരോധം മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ശ്രീലക്ഷ്മി അറക്കൽ വരെ ആ ഒരു വാക്കിനോടും ആ ഒരു കേസിനോടും പേടിക്കുകയാണ്. കാരണം അതിവിടെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശ്രീലക്ഷ്മി അറക്കൽ തന്നെ പറയാതെ പറയുകയാണ്. അപ്പോൾ അത് ആണുങ്ങൾക്കെതിരെ അത് മിസ്യൂസ് ആകുമ്പോൾ, ആണുങ്ങളുടെ ഡിഗ്നിറ്റി അവിടെ ഇല്ലാതാവുമ്പോൾ, ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ള ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകൾ പുറത്തു വന്നിട്ട് ആർക്കെതിരെയാണോ അലിഗേഷൻ വന്നത് അവരെ ടാർണിഷ് ചെയ്ത് പോകാറാണ് പതിവ്. കൺസിഡറേഷൻ കൊടുക്കാറുണ്ടോ? സ്വന്തം ലൈഫിലേക്ക് ഈ സാധനം വന്നപ്പോൾ ശ്രീലക്ഷ്മി അറക്കലിന് മനസ്സിലായി അങ്ങനെ ഒരു ആരോപണമോ കേസോ എൻ്റെ പേരിൽ വന്നാൽ എൻ്റെ ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് തന്നെയാണ് ഇവിടുത്തെ ആണുങ്ങൾക്കും പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാ ആണുങ്ങളും നല്ലതാണെന്ന് പറയുന്നില്ല കേട്ടോ. ഈ ആരോപണം വരുന്ന പലരും ഇത് ചെയ്തവരെ അവർക്ക് എന്താണ് അങ്ങനത്തെ കേസ് വരുന്നത് വളരെ നല്ല കാര്യം. പക്ഷെ ഒന്നും ചെയ്യാതെ ഇതേപോലെ അവരെ പെടുത്താൻ വേണ്ടി ഇങ്ങനെ കേസ് ഇട്ട് കൊടുക്കുന്ന സിറ്റുവേഷനിലുള്ള ആണുങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് കൺസിഡർ ചെയ്യണം ഓപ്പോസിറ്റുള്ള ആൾ, ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ളവർ. നിങ്ങൾ പക്ഷേ അങ്ങനെയല്ല ചെയ്യാറ്. മൊത്തത്തിൽ ജനറലൈസ് ചെയ്ത് ആണുങ്ങൾ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അവൻ അത് ചെയ്തു എന്നുള്ളത് ഇങ്ങോട്ട് ഉറപ്പിച്ചിരുന്ന് സംസാരിക്കാറാണ് പല വേദികളിലും പല വിഷയങ്ങളുണ്ടാകുമ്പോൾ നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി സ്നേഹനോടാണ് പറയാനുള്ളത്. ഞാൻ ഇതിവിടെ പ്ലേ ചെയ്യുക, അപ്പുറത്തിരുന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മാത്രം എന്ന് പറഞ്ഞിട്ടുള്ള സൈഡ് എഫക്ട്സ് ഇടരുത്. മനസ്സിലായോ? ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് വെക്കുന്നില്ല, ഇതിങ്ങനെ വെക്കുകയാണ്. ഓക്കെ, തുടങ്ങിയോളും ഇത് വീഡിയോ എടുക്കുമ്പോൾ മാത്രം നമുക്ക് അപ്പുറത്തിരുന്നിട്ട് കുക്കു പുക്കു എന്ന് പറഞ്ഞ സാധനം വരും. കഫ് സിറപ്പും കൊണ്ട് കയറി കൂടെ എന്നിട്ടെന്നാ വണ്ടിക്ക്. അതായത് ഇതിപ്പോൾ ഇവരെ ഈ വെടി എന്ന് പറഞ്ഞ വാക്ക് വിളിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. നമുക്ക് ആശയപരമായിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് അവരോട് യോജിക്കാൻ പറ്റില്ല. ഇപ്പോൾ എക്സ്ട്രീം പോയാൽ ഞാൻ പറഞ്ഞ പോലെ ശ്രീലക്ഷ്മി അറപ്പ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു പരിധി വരെ നമുക്ക് എന്തുകൊണ്ട് ആ സിറ്റുവേഷനിൽ അവരോട് പറയേണ്ടി വന്നു എന്നുള്ളത് വെക്കാൻ പറ്റും. പക്ഷെ അതിന് പകരം ഒരു എക്സ്ട്രീം വിട്ടിട്ട് ഇവരെ വെടി എന്നൊക്കെ വിളിക്കുമ്പോൾ അവരനുഭവിച്ച് വന്ന ട്രോമാസ്, അവരനുഭവിച്ച് വന്ന പ്രശ്നങ്ങളൊക്കെ വെച്ച് അത് എല്ലാം കൂടി വരുമ്പോണ്ടല്ലോ അവരുടെ ആ ഒരു മാനസികാവസ്ഥ താളം തെറ്റും. ഓക്കെ, ഇപ്പോൾ ശ്രീലക്ഷ്മി അറക്കലിനായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്ന് ഞാൻ അറിഞ്ഞത് കുറച്ചധികം ദിവസങ്ങളായിട്ട് ഇവർ ഭയങ്കര ആ ഒരു ഫേസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കണം അവരുടെ ഈ ഒരു ഔട്ട് ബ്രേക്ക് വന്നത്, അതായത് ആ കരച്ചിലായിട്ട് അത് പുറത്ത് വന്നത്. അതുകൊണ്ട് എന്തായി അറിയാം, ആളുകൾക്ക് ഓക്കെ ശ്രീലക്ഷ്മി അറക്കൽ ഇങ്ങനൊരു ഫേസ് കൂടി ഉണ്ട് എന്നുള്ളത് അങ്ങോട്ട് നാട്ടുകാർക്ക് മനസ്സിലായല്ലോ.
പക്ഷേ ഇതുകൊണ്ടൊന്നും നിങ്ങളെ ഈ പേര് വിളിക്കുന്നത് നിന്ന് പോകുന്നു നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടല്ലോ ശ്രീലക്ഷ്മി. നിങ്ങൾ ഇതും ഓവർകം ചെയ്ത് പോയാലേ പറ്റൂ. അങ്ങനെയാണ് നിങ്ങൾ സൊസൈറ്റിക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെ വിളിക്കുന്നവരും വിളിക്കും, വിളിച്ചവന്മാരോട് പോടാ പുല്ലേന്ന് പറയണം, വിളിച്ചവന്മാരോട് പോടി പുല്ലേന്ന് പറയണം, മുന്നോട്ട് പോകണം. അങ്ങനെ അവർ വിളിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെയാവും? ഒരിക്കലും ഇല്ലല്ലോ. അവരങ്ങനെ വിളിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെയാവും? ഇല്ല. കരഞ്ഞതുകൊണ്ടോ അവരത് ബോധ്യപ്പെടുത്താൻ പോയതുകൊണ്ടോ നമ്മളങ്ങനെ അതുകൊണ്ടൊരു മാറ്റം വരുന്ന തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. കാരണം എന്തറിയോ, നമ്മൾ ചെയ്ത് വെച്ച കുറേ കാര്യങ്ങൾ അപ്പോൾ ഓഡിറ്റിൽ വരും. അപ്പോൾ അത് വീണ്ടും കോംപ്ലിക്കേഷൻ ആവും. ശ്രീലക്ഷ്മീൻ്റെ കേസിൽ ഇപ്പം എന്താ ഉണ്ടായേ? ശ്രീലക്ഷ്മി എന്നെ വെടി എന്ന് വിളിക്കുന്നു എല്ലാവരും എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. കരഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ദീപക്കിൻ്റെ അച്ഛനും അമ്മയുടെയും കരച്ചിൽ അന്ന് നിനക്ക് വിലയുണ്ടായിരുന്നോ? ആ ദീപക് എന്ന് പറഞ്ഞ മകനെ നീ ആ ഒരൊറ്റ ഇൻസിഡൻറ്റ് വെച്ച് എന്തൊക്കെ രീതിയിൽ സംസാരിച്ചു? പല ചോദ്യങ്ങളും നിങ്ങൾക്ക് എതിരെ വന്നേ. പലപ്പോഴായിട്ട് നീ വിരോധം പറഞ്ഞു, അഖിൽമാരാരെ പച്ചത്തെറി വിളിച്ചു, മോഹൻലാലിനെ വൃത്തികേട് പറഞ്ഞു, ദിലീപിനെ പറയുന്നു. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഈ സാധനം എന്താ പറയുക, ആ മൊത്തം എടുത്ത് ഓഡിറ്റ് ചെയ്യും ജനങ്ങൾ. പിന്നെ ഇതിൻ്റെയൊക്കെ പുറമെ അച്ഛനെക്കുറിച്ച് പറയുന്നതും പേഴ്സണൽ ലൈഫിൽ സെക്ഷൽ റിലേഷനെ കുറിച്ചും നമുക്ക് ഉണ്ടാകുന്ന നമ്മുടെ റിലേഷനെ കുറിച്ചും പറയുന്നതൊക്കെ ഇവിടെ ഒന്നും വേണ്ടടേ. ഇവിടുത്തെ അവസ്ഥ എന്താ? ഒരാണ് 10 പെണ്ണുങ്ങളെ പിന്നാലെ പോയി അല്ലെങ്കിൽ വേറെ പരിപാടികൾക്ക് പോയാൽ അവൻ പ്ലേ ബോയ് ആണ്, കോഴിയാണ്. നേരെ മറിച്ച് ഒരു പെണ്ണ് ഒന്നിൽ കൂടുതൽ റിലേഷൻ വയ്ക്കുമ്പോൾ അവരെ വെടിയാന്ന് വിളിക്കുന്നൊരു സൊസൈറ്റിയാണ് നമ്മുടെ നാട്ടിലുള്ളത് അല്ലേ? ആ സൊസൈറ്റീൻ്റെ മുന്നിലേക്കാണ് ശ്രീലക്ഷ്മി ഇറക്കിയത് ഇത്രയും ഹൈപ്പർ പ്രോഗ്രഷൻ പറഞ്ഞ് പോകുന്നത്. കേരളത്തിലുള്ള സൊസൈറ്റി അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും ആയിട്ടില്ല. കേരളത്തിലുള്ള ഒരു മോസ്റ്റ് മെജോറിറ്റി സൊസൈറ്റിക്കും ഇത് ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് വന്നിട്ടില്ല. ഒരാണിനോ ഒരു പെണ്ണിനോ അവർക്ക് താല്പര്യമില്ലാത്ത ബന്ധങ്ങളിൽ നിന്ന് മാറി അവർക്ക് വേറെ ബന്ധങ്ങൾ ചൂസ് ചെയ്യാമെന്നും അത് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നും ഇല്ലെങ്കിൽ ഇനി ഒരു ബന്ധം അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു സൊസൈറ്റി വളർന്നു വരണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സൊസൈറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിവർന്ന് നിന്ന് അതൊക്കെ ഫേസ് ചെയ്യുക. ഓടാപുല്ല ആറ്റിറ്റ്യൂഡിൽ നിൽക്കാന്നേ പറയാൻ പറ്റും. പിന്നെ മനുഷ്യനാണ്, ഓരോ സാഹചര്യത്തിലും ഇമോഷണലി ഡൗൺ ആവും. ഞാനാണെങ്കിലും ഇപ്പോൾ എത്രയോ വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അച്ചായൻ വിഷയത്തിൽ തന്നെ ഇഷ്ടംപോലെ സൈബർ ബുള്ളിങ് എനിക്ക് വരുന്നുണ്ട്. ഞാനപ്പോൾ എന്താ പറയില്ലേ, ഐ ഡോണ്ട് കെയർ എന്നാണ്. പക്ഷേ ചില പെർട്ടിക്കുലർ സാഹചര്യത്തിൽ എനിക്കും പൊട്ടാറുണ്ട്. ഞാനും ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് എനിക്ക് വന്ന 1000 തെറി വരുമ്പോൾ 2 തെറിക്കെങ്കിലും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത് നമ്മൾ പൊട്ടിപ്പോകണോണ്ടാ. ആ ബ്രേക്ക് വരും. അത് മനുഷ്യനാണോ, നിങ്ങൾ ബ്രേക്കാവും. ഇതങ്ങനെ ഒരു ബ്രേക്കായിട്ട് കണ്ടാൽ മതി. നിങ്ങൾ ഇതിൽ നിന്ന് സർവൈവ് ചെയ്യണം. കൂട്ടത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഇൻ്റർവ്യൂ സ്കിൽസ് അല്ലെങ്കിൽ ഈ സംസാരിക്കാനുള്ള അല്ലെങ്കിൽ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യാനുള്ള സ്കില്ലും നിങ്ങളൊന്ന് ഷാർപ്പൺ ചെയ്യണം. അല്ലാതെ നിങ്ങൾക്ക് സൊസൈറ്റീൻ്റെ മുന്നിൽ നിങ്ങളുടെ തോട്ട്സ് വെക്കാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം നിങ്ങൾ ഇവിടെ ഒന്ന് പറയും അപ്പുറത്ത് വേറെ പറയുന്നുള്ള അവസ്ഥയിൽ നിങ്ങൾ ഓഡിറ്റ് ചെയ്ത് കളയും. ഇത് മാത്രമല്ല ഇപ്പോൾ ഇതൊക്കെ എന്താ പറയുക, പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ശ്രീലക്ഷ്മിക്ക് ആ സാധനം ഹിറ്റ് ചെയ്തല്ലോ. ഇനി ഇത് മൈൻഡിൽ വയ്ക്കുക. മൈൻഡ് വെച്ചിട്ട് ഇനി സംസാരിക്കുന്ന സമയത്ത് പല വിഷയങ്ങളും ഇനി സംഭവിക്കാം. ഇപ്പോൾ ഷിംജിത ദീപക് വിഷയം പോലെ പല വിഷയങ്ങളും സംഭവിക്കാം. ആണിനെ അല്ലെങ്കിൽ ഒരാളാണ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ അയാളെ മൊത്തത്തിൽ കോർണർ ചെയ്യാതെ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതും നിങ്ങൾ അനുഭവിച്ചതും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ട്രോമാസും മനസ്സിൽ വെച്ചിട്ട് അയാളെ കേസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങനെ ഈ കേസായില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റായിട്ടും മൈൽഡായിട്ടും പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിലായോ? ഇത് ഈ ഒരു എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ കടന്നുപോയി. അപ്പം നിങ്ങളുടെ വീട്ടിലിരിക്കുന്നവർ, അവരുടെ ലൈഫ്, നിങ്ങളുടെ പാസ്റ്റ്, നിങ്ങളുടെ ലൈഫ് ഇതുപോലെയാണ് എല്ലാ മനുഷ്യന്മാർക്കും അങ്ങനെ. അപ്പോൾ അത് എന്ത് ചെയ്യുക, ഒരു ലൈൻ ഓഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇങ്ങോട്ട് അടിച്ച് ഇട്ടിട്ട് പറയുമ്പോൾ, അതായത് ശ്രീലക്ഷ്മി ഇറക്കിയാൽ അങ്ങനെ ശ്രീലക്ഷ്മിനെ പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ മൈൻഡിൽ വെച്ചിട്ട് എന്തെങ്കിലും വിളിച്ച് പറയുക. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻസ്, റിപ്ലൈ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നുള്ളത് ഇപ്പോൾ പഠിച്ചല്ലോ. ഇപ്പോൾ അത് ഹെവി ആയിട്ട് പഠിച്ചു. ഇത്ര കാലം ഉള്ള പോലെയല്ല. ശ്രീലക്ഷ്മി ഇപ്പോൾ ഭയങ്കരമായിട്ട്, ഞാൻ നിൽക്കണേക്കാൾ എയറിലാണ് ശ്രീലക്ഷ്മി നിൽക്കുന്നത്. എനിക്കൊരു കോമ്പറ്റീഷനാണ്. അപ്പം അത് തിരിച്ചറിയുക. ഇതിൽ ശ്രീലക്ഷ്മി പറഞ്ഞ കുറച്ച് കാര്യങ്ങളോടൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട്. അതായത് സോഷ്യൽ മീഡിയക്കകത്ത് ഇപ്പോൾ ഇതേപോലൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഫെയിം, ഒരു ഫേസ് റെക്കഗ്നിഷൻ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു സ്റ്റേബിൾ ഫേസ് വരും. എല്ലാവരും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ പലരും വന്നിട്ട് ഇതേപോലെ പല ക്രഷോ സാധനങ്ങളോ പറഞ്ഞിട്ട് പോകും, എല്ലാം ചെയ്യും. പക്ഷെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ചാടണോ വേണ്ടേ തീരുമാനിക്കണം. ഇനി ചാടിപ്പോയി എന്ന് വെച്ചോ, മനുഷ്യനാണ് ചാടിപ്പോയി എന്ന് വിചാരിച്ചു. അവിടെ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ അത് കൃത്യമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. മനസ്സിലായത്? കൃത്യമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല,
അവിടെ പിന്നെ കുറേ വാഗ്ദാനം കൊടുക്കലും പല വിഷയങ്ങളും അതും ഇതൊക്കെയായി ആകെ സീനായി. അതൊന്നിൽ നിന്ന് 10 കേസിലേക്ക് അത് മാറി. അപ്പം ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും അറ്റ്ലീസ്റ്റ് ഫെയിം ഫേസിലിരിക്കുന്നവർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ബെറ്റർ എന്നുള്ളത്. ഇത് ശ്രീലക്ഷ്മി ഓപ്പണായിട്ട് ഇൻ്റർവ്യൂ പറയുന്നതും ഒരു സംഗതി അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അല്ലാതെ ഫ്രണ്ടാണല്ലോ വേടൻ, ഒന്ന് ഫോൺ വിളിച്ചിട്ട് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ട് ആ ചങ്ങായിക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇയാൾ ഇങ്ങനെ ചെയ്യുന്നിടത്താണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ വേടനെ. അന്ന് ചെയ്തത് തെറ്റായിരുന്നു എന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കണം. പക്ഷെ പല സാഹചര്യത്തിൽ അതൊന്നും പറയാതെ ശ്രീലക്ഷ്മി എന്ത് ചെയ്യുന്നുണ്ട്, ചാടിക്കയറി വന്ന് വേടനെ വെളുപ്പിക്കാറുണ്ട്. ഇപ്പം സംസാരിച്ചതിൽ വേടൻ ചെയ്തതും മാങ്കൂട്ടം ചെയ്തതും സിമിലർ കൈൻഡ് ഓഫ് സാധനം എന്നുള്ളത് ശ്രീലക്ഷ്മി ആക്സെപ്റ്റ് ചെയ്തു. നന്നായി. എന്തോ നടയത് ഇതാ ഞാൻ പറഞ്ഞു, ഇതിന് ബുദ്ധിരേശം കുറവാണോ അത് ഇതിന് പ്രസൻറ്റ് ചെയ്യാൻ അറിയാഞ്ഞിട്ടാണ്. ദിലീപിനെ ഓൾറെഡി കോടതി വെറുതെ വിട്ടു. ഓക്കെ, തെളിവുകളൊക്കെ കൊണ്ടുപോയി വെച്ച് പ്രോസിക്യൂഷൻ ഈ സാധനം കോർട്ടിനെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പം മോളിക്കുള്ള കോടതികളിലൊക്കെ പോയി അപ്പീൽ കൊടുത്ത് അതൊക്കെ നടക്കുമ്പോൾ നടക്കട്ടെ. ഇപ്പം അയാൾ ഫ്രീ ആണ്. ഓക്കെ, ഇപ്പം അയാൾ ഫ്രീ ആണ്. ശരിയാണ്, പല കേസുകളിലും ഇപ്പോൾ പലരിൽ നിന്നും വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടം കേസിൽ തന്നെ കേസ് എവിടെ എത്തിയിട്ടില്ല, കേസ് മുന്നോട്ട് പോകുന്നുള്ളൂ. പക്ഷേ ഞാനും പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കിട്ടിയ സോഴ്സ്, എനിക്കറിയാൻ പറ്റിയ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ എനിക്ക് അയാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, കാരണം നമ്മളിലേക്ക് വരുന്ന ബോധ്യങ്ങൾ, നമ്മളിലേക്ക് വരുന്ന സോഴ്സുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്കത് ക്രെഡിബിൾ ആണെന്നുള്ള ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ തോന്നലുകളും സംഗതികളുമാണ്. പക്ഷെ അതൊക്കെ കേസ് നടക്കുന്നതും കേസ് ആയതുമായിട്ട് മുന്നോട്ട് പോകുന്ന ഐറ്റങ്ങളുമാണ്. ദിലീപിൻ്റെ കാര്യത്തിൽ ഇവിടെ കേസ് കഴിഞ്ഞു, കറൻ്റ്ലി ക്ലോസ്ഡ് ആണ്. മനസ്സിലായില്ലേ? അയാൾ ഫ്രീ ആക്കി വിട്ടു, അയാളെ വേർഡിക്റ്റിൽ ഫ്രീ ആയിട്ട് വിട്ടു. പിന്നെ വന്നിരുന്ന് സംസാരിക്കുമ്പോഴും ശ്രീലക്ഷ്മിക്ക് ഇങ്ങനെ പറയാം, കേസ് ഇപ്പം എന്തായാലും ഇപ്പം ഇത് ഇവിടെ തീർന്നു, മുകളിലോട്ട് അപ്പീലായിട്ട് പോവുമായിരിക്കും. എൻ്റെ തോന്നലിൽ എനിക്ക് അയാൾ ക്ലീൻ ആണെന്ന് ഇത് ഫീലിംഗ് ഇല്ല എന്ന് പറയേണ്ട, ഒരു മൈൽഡായിട്ട് പറഞ്ഞു വെക്കേണ്ട സ്ഥലത്ത് പലപ്പോഴായിട്ട് ദിലീപ് സിനിമകൾക്കെതിരെയും ദിലീപ് കാവ്യ മാധവൻ വിഷയം സംസാരിക്കുമ്പോഴൊക്കെ ഇതേപോലെ വന്നിരുന്ന് മഞ്ജു വാര്യർ, കാവ്യ മാധവൻ എന്നൊക്കെ പറഞ്ഞ് ഒരാളെ മൊത്തത്തിൽ അങ്ങോട്ട് സൈഡ് ലൈൻ ചെയ്യുന്ന പോലത്തെ ഒരു സംസാരം ഇവിടെയൊക്കെയാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ നേരത്തെ കരഞ്ഞു, നിങ്ങൾ നേരത്തെ ഭയങ്കര കരച്ചിൽ കരഞ്ഞു. ദിലീപ് ഈ കേസിൽ ഫ്രീ ആയിട്ട് ഇറങ്ങി നടന്നിട്ട് പോലും ദിലീപിൻ്റെ കമൻറ്റ് ബോക്സിലും ദിലീപിൻ്റെ മുഖത്ത് നോക്കാതെയും അല്ലെങ്കിൽ ദിലീപിൻ്റെ പിന്നിൽ നിന്നിട്ടും കൊട്ടേഷൻ കൊടുത്തവനെ മറ്റേത് ചെയ്തവനെ എന്നുള്ള ചോദ്യം അയാൾ എത്ര കരഞ്ഞു കാണും എന്നുള്ളതും കൂടി ഒന്ന് ചിന്തിക്കണം. മനസ്സിലായോ? ആ ഒരു ഫാക്ടറും കൂടി ചിന്തിക്കണം. അപ്പം നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന, കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സൊസൈറ്റിയുടെ ഒരു കൺസിഡറേഷൻ അയാളിലേക്ക് എത്തണ്ടേ? അങ്ങനത്തെ കുറച്ച് കാര്യം കൂടി ശ്രീലക്ഷ്മി മനസ്സിലാക്കിയാൽ നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ മഞ്ജു വാര്യരെ വീട്ടിലിരുത്തി ആ ടാലൻറ്റ് നശിപ്പിച്ചു. അങ്ങനെ മഞ്ജു വാര്യരും കൂടി അത് ഓപ്ഷനായിട്ട് അവിടെ ഇരുന്നിട്ടല്ലേ, അല്ലാതെ മഞ്ജു വാര്യർ എവിടെയെങ്കിലും വന്ന് പറഞ്ഞു ദിലീപിനെ കെട്ടിയിട്ടു സൈഡാക്കി എന്നോട് മേലെ അഭിനയിക്കരുതെന്ന് പറഞ്ഞു. എൻ്റെ അറിവില്ല, സ്നേഹം അറിഞ്ഞു എവിടെയും കേട്ടിട്ടുണ്ട് അങ്ങനെ മഞ്ജു വാര്യർ പറഞ്ഞിട്ട്? ഞാൻ കണ്ടിട്ടുമില്ല അങ്ങനത്തെ ഒരു സംഗതി. ശ്രീലക്ഷ്മി ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതും ഈ അറിവും ഇനി ആരെങ്കിലും ഇവരെ ഒരു ചുറ്റിപ്പറ്റി ഉള്ളവർ തന്നതാണോ അതോ ഊഹാപോഹിച്ചെടുത്തതാണോ എന്ന് അറിയാൻ പാടില്ല. ഇനിയിപ്പോൾ ഇവർ പറഞ്ഞ പോലെ മഞ്ജു വാര്യർ അന്ന് അഭിനയിച്ചിരുന്നെങ്കിൽ ഇന്ന് ഭയങ്കര സംഭവമായിരുന്നു എന്ന് പറഞ്ഞു. ആഞ്ചലീന ജോളി ആവും ഇംഗ്ലീഷ് പടത്ത് പോകുന്നൊക്കെയാണ് ശ്രീലക്ഷ്മി പറയുന്നത്. ഇഫ് സപ്പോസ് ഈ നടി അഭിനയം നിർത്തിയില്ല, കല്യാണം കഴിഞ്ഞിട്ട് ഇറങ്ങിയ 4 പടം പൊട്ടി കഴിഞ്ഞില്ലേ, സിനിമ അത്രേ ഉള്ളൂ. മനസ്സിലായോ? ടാലൻറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല, ചിലപ്പോൾ നമ്മൾ നല്ല ടാലൻറ്റ് അഭിനയിച്ചിട്ടും കാര്യമില്ല, നല്ല പടം നമ്മളെ കൂടി ചൂസ് ചെയ്യാൻ പറ്റില്ല, പൊട്ടി. എൻ്റെ പൊന്നി എന്ത് തള്ള. അതായത് ഇത് സംഗതി മറ്റതാ. ഞാൻ പ്രോഗ്രസീവാ, ഞാൻ ഭയങ്കര എക്സ്ട്രീം ഫെമിനിസ്റ്റ് ലൈനിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ സ്ത്രീ സുരക്ഷ, സ്ത്രീ സംരക്ഷണം, സ്ത്രീകൾക്ക് വേണ്ടി ഇത് മനസ്സിൽ വരുന്ന സമയത്ത് ഇങ്ങനത്തെ കുറേ എന്ത് ചെയ്യും, ബ്ലണ്ടേഴ്സാണ് വിളിച്ച് പറഞ്ഞു പോകും. നമ്മളെ ആത്മാഭിമാനം എങ്ങനെ വരാം? ഞാൻ സിമ്പിളായിട്ട് എല്ലാവരോടും ചോദിക്കുക, എങ്ങനെയാണ് ഒരാളുടെ ആത്മാഭിമാനം എന്ന് പറഞ്ഞ സാധനം, സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ നമ്മളെ അഭിമാനം, ആത്മാഭിമാനം എന്ന് പറഞ്ഞ സാധനം നമ്മളെങ്ങനെ കീപ്പപ്പ് ചെയ്യും? നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, നമ്മൾ പറയുന്ന വാക്കുകൾ, അതൊക്കെയാണ് നമ്മളുടെ ആ ഒരു ആത്മാഭിമാനത്തിൻ്റെ ലൈനിൽ ഇട്ട് പോകുന്ന ടിക്കുകൾ അല്ലേ. അത് നമ്മൾ കൃത്യമായി ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം, അല്ലെങ്കിൽ അത് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റണം സൊസൈറ്റിയിൽ. മനസ്സിലായോ? ഇത് പുറത്തിറങ്ങി മീഡിയ കാണാതെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരാത്തൊരു ലൈഫല്ല ശ്രീലക്ഷ്മി ഇറക്കേണ്ടത്. പല വിഷയങ്ങളിലും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോഴും കാര്യങ്ങൾ പറയുമ്പോഴും ഒക്കെ
നമ്മൾ ഏത് ലൈനിൽ ഏത് ഭാഷ ഉപയോഗിക്കുന്നു, എങ്ങനെ പറയുന്നു, ആരെ എന്ത് എപ്പോൾ ഏത് വേർഡ് യൂസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഇവിടെ ഓഡിറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റി മുന്നിലുണ്ട് ഇല്ലേ? അപ്പം നമുക്കിന്നിങ്ങനെ ചോദിച്ചു വാങ്ങാൻ പറ്റൂ ആത്മാഭിമാനം താ 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 എന്ന് പറഞ്ഞിട്ട്. പിന്നെ പെണ്ണിന് മാത്രം മതിയോ ഇത്? ആണിന് വേണ്ടേ ആത്മാഭിമാനം? ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ഈ പറഞ്ഞ ആത്മാഭിമാനം ഉണ്ടാക്കി കൊടുക്കുന്നതാണോ ഫെമിനിസം? അല്ല. സൊസൈറ്റിയിൽ സ്ത്രീയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഒരു സ്ത്രീക്കും ഒരു പുരുഷനും മനസ്സിലാക്കി കൊടുക്കുന്ന സ്ഥലത്താണ് ഫെമിനിസം സക്സസ്ഫുൾ ആവുന്നത്. മനസ്സിലായോ? ഒരു ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാണിന് പെണ്ണിൻ്റെ വില മനസ്സിലാക്കി കൊടുക്കുന്നതല്ല, ഒരു പെണ്ണിനും കൂടി ഒരു പെണ്ണിൻ്റെ വില മനസ്സിലാണോ? ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു സ്ത്രീ കല്യാണം കഴിച്ച് താമസിക്കുകയാണ്. ആ വീട്ടിലെ അമ്മായിയമ്മ പോലും ഉണ്ടാകുമ്പോൾ ആ അമ്മായിയമ്മയ്ക്ക് മനസ്സിലാവണം അല്ലേ ആ വീട്ടിൽ കയറി വന്ന സ്ത്രീയുടെ വില മനസ്സിലാവും. അപ്പോൾ ഒരു സ്ത്രീക്ക് സ്ത്രീയുടെ വില മനസ്സിലാവണം എന്നുള്ളൊരു സിറ്റുവേഷനും കൂടി അങ്ങനെ പല കാരണങ്ങളും കൊണ്ട് സ്ത്രീക്ക് സ്ത്രീയുടെ വില മനസ്സിലാവാത്ത സിറ്റുവേഷൻ ഉണ്ട് സൊസൈറ്റിയിൽ. ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫെമിനിസം എന്ന് പറയുമ്പോഴത്തേക്ക് ഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, പെണ്ണുങ്ങൾക്ക് വേതനം വേണം, പെണ്ണുങ്ങൾ. നോ, ഒരു സ്ത്രീക്ക് ഇവിടെ എല്ലാ സ്ത്രീക്കും, ഞാനതാ പറഞ്ഞത്, ഒരു സ്ത്രീക്ക് നോ, എല്ലാ സ്ത്രീക്കും എല്ലാ പുരുഷനും ഒരു സ്ത്രീയുടെ വാല്യൂ മനസ്സിലായ ഇവിടെ ഫെമിനിസം സക്സസ്ഫുൾ ആണ്. അങ്ങനെയല്ലേ വേണ്ടേ? ഇവരൊക്കെ ഇനി എന്ത് ഫെമിനിസം, ഇനി ഞാൻ പറഞ്ഞതാണോ തെറ്റ്, ഇവർ പറയുന്നതാണോ ശരിയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് ഇങ്ങനെയാണ് ഫെമിനിസം തോന്നിയിട്ടുള്ളത്. ഞാൻ IFFK ചെയ്തൊരു വീഡിയോ കണ്ടിട്ടായിരിക്കും പറയുന്നത് എനിക്ക് പുരുഷന്മാരുടെ വെറുപ്പാണെന്ന്. എന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മനസ്സിൽ തോന്നിയെല്ലാം ഞാൻ അങ്ങ് വിളിച്ചു പറയും. അതിന്റെ ആക്ച്വൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോടെല്ലാം അടി കൂട്ടിട്ടാ വന്നേ. അപ്പൊ ആ കളിയിൽ ദേഷ്യത്തില് ഒരുത്തൻ എന്റെ അടുത്ത് ക്യാമറയും കൊണ്ട് വന്നു. അപ്പൊ അന്നത്തെ കളിയിലാണ് ഞാൻ എനിക്ക് പുരുഷന്മാരുടെ എല്ലാം വെറുപ്പാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പൊ ഞാൻ നമുക്ക് പുരുഷന്മാരോട് വെറുപ്പ് ഇപ്പൊ അതിന്റെ ഏറ്റവും കൂടുതൽ എനിക്ക് ക്രിറ്റിസിസം വന്ന എന്താ അറിയോ, എന്നാ ഇവള് മൊത്തം നടക്കുന്ന ആമ്പിള്ളേരുടെ കൂടിയാണ്. ഞാൻ എന്റെ ഫുൾ ടൈം ആമ്പിള്ളേരുടെ കൂടെ നടക്കുന്നത്. എനിക്ക് யாரு நீங்க? இதான் ഞാൻ ചോദിച്ചേ. അന്യ നമ്പിറമോയ എപ്പടി എപ്പടി അക്കാ എപ്പടി വീട്ടിനടിയിലാക്കി വന്നപ്പോൾ ഇത്രയും വലിയ എന്താ പറയുക മാസീവ് ക്രൗഡിൻ്റെ മുന്നിലേക്ക് പോകുന്ന ഒരു മൈക്കാന്ന് അറിഞ്ഞിട്ട് അവിടെ വന്നിട്ട് ആണുങ്ങൾ ഇഷ്ടമല്ല, ആണുങ്ങൾ അങ്ങനെ, ആണുങ്ങൾ മറ്റേന്ന് പറഞ്ഞിട്ട് മൊത്തം ആണുങ്ങൾ അടച്ചാക്ഷേപിച്ച പൊന്ന് ശ്രീലക്ഷ്മി അറയ്ക്കല്ലേ. ദയവ് ചെയ്ത് ഇനി മൈക്ക് കണ്ടാൽ സംസാരിക്കാൻ പോകരുത്. നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഫെമിനിസം, പ്രോഗ്രഷൻ ഇതൊന്നും പറയില്ലേ. ഇത് മൊത്തം പോയി. കാരണം ഇത്ര തമാശയായിട്ട് കുട്ടികളായിട്ട് വീട്ടിലൊരു അടി വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു അടി മൈൻഡിൽ വെച്ചിട്ടാണോ നാട്ടിലിറങ്ങിയിട്ട് മൈക്ക് കണ്ടപ്പോൾ പോയിട്ട് ഈ ആണുങ്ങൾ മൊത്തം എങ്ങനെയെന്ന് വിളിച്ച് പറഞ്ഞത്? ഒരു ജെൻഡറിനെ മൊത്തം അടിച്ച് പഞ്ചറാക്കി വിട്ടത് വീട്ടിലെ പ്രശ്നം പറഞ്ഞിട്ടാ. അങ്ങനെയാണെങ്കിൽ ട്യൂഷൻ ടീച്ചറാന്നല്ലേ പറയുന്നത്. വീട്ടിലുള്ള പ്രശ്നമാണെങ്കിൽ ട്യൂഷൻ ടീച്ചർ കുട്ടികളടുത്ത് പോയി തീർക്കൂ. എന്തുവാണ് ഇത്? ഇതാ ഞാൻ പറഞ്ഞു, ഇവരൊന്നും ഒരു സൈഡിലൊന്നും പറയും, വേറെ സൈഡിൽ പോയിട്ട് വേറെ പറയും. മനസ്സിലായോ? ഇതിനിപ്പോഴും കുട്ടികളി പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. എത്ര പ്രാവശ്യം തട്ടി, കുറെ പ്രാവശ്യം തട്ടുന്നില്ലേ? ഇത് തട്ടുന്ന സമയത്ത് ആൾക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അത് വെച്ചു കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഷിംജിയുടെ പെർസ്പെക്റ്റീവ് നോക്കിയപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് വേക്കലൊക്കെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവാമായിരിക്കാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഇവളൊരു വീഡിയോ എടുത്ത് ഇങ്ങനെ ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ട്, അപ്പൊ അങ്ങനെയൊക്കെ പ്രതികരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി, അതായത് ആ വീഡിയോയ്ക്ക് വേണ്ടി എവിഡൻസ് ഉണ്ടാക്കണമല്ലോ. അതുകൊണ്ട് അപ്പൊ അവൾ അവിടെ പോയി നിന്നപ്പോൾ അവൻ തട്ടിന്ന് വെച്ചാൽ അവനത് സോറി പറയുന്നല്ലോ. സോറി പറയാത്തപ്പം അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അവൻ ചെയ്തിട്ടുണ്ട്. അവന്റെ ആക്ഷനിൽ നിന്ന് എനിക്ക് 100% ഉറപ്പാണ്. എനിക്ക് എന്ന് വെച്ചാൽ അത് കോടതിക്കോ ഇതോ ഒന്നും ഉറപ്പുള്ള കാര്യമൊന്നല്ല ഞാൻ പറഞ്ഞത്. ബാക്കി എല്ലാ ആൾക്കാർക്കും അത് ബാഡ് ടച്ച് ആയിട്ട് തോന്നിയിട്ടില്ലെങ്കിലും എനിക്ക് ബാഡ് ടച്ച് ആയിട്ട് അത് തോന്നിയിട്ടുണ്ട്. ഇത്ര കാലം സംസാരിച്ചതൊക്കെ വെറും 40 സെക്കൻഡോട് പൊളിഞ്ഞല്ലോ ശ്രീലക്ഷ്മി. ഷിംജിത മനഃപൂർവ്വം വീഡിയോ എടുക്കാൻ പോയതാണ്. ഷിംജിത അത് മാനിപ്പുലേറ്റ് ചെയ്ത വീഡിയോ ആണ്. ഷിംജിതയ്ക്ക് മുന്നേ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ പ്രൂഫ് എടുക്കാൻ വേണ്ടി വന്നു, ശ്രീലക്ഷ്മിയുടെ വായനേ വന്നു. ഷിംജിത അവിടെ പോയത് ആ വീഡിയോ മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാക്കി. അങ്ങനെ ഒരു വിഷയം അവിടെ സംഭവിക്കുന്നു എന്നുള്ളൊരു നാടക സ്ക്രിപ്റ്റ് ഷിംജിത സ്വയം ഉണ്ടാക്കി അവിടെ ദീപക്കിനെ വലിച്ച് ആ ട്രാപ്പിലേക്ക് ഇട്ടതാണെന്നുള്ളത്. ഇനി ശ്രീലക്ഷ്മി ഏത് വേദിയിൽ ഇനി എപ്പോൾ ആരോട് പോയിട്ട് ഇതിനെക്കുറിച്ച് ആർഗ്യൂ ചെയ്താലും ഈ ഒരൊറ്റ 40 സെക്കൻഡ് മതി ശ്രീലക്ഷ്മി അറക്കലിന് ഈ വിഷയത്തിലുള്ള സ്റ്റാൻഡ് പൊളിഞ്ഞു വീഴാൻ. യു ആർ എക്സ്പോസ്ഡ്. ഇതെന്തുവാ ഇത്? ഇപ്പോൾ പലരോടും ഞാൻ ഈ വിഷയത്തിൽ സംസാരിച്ചപ്പോൾ പലരും പറഞ്ഞൊരു കാര്യമുണ്ട്. എക്സ്ട്രീം ഫെമിനിസ്റ്റ് ലൈനിൽ എക്സ്ട്രീം പ്രോഗ്രഷൻ പറയുന്നവരടക്കം പറയുന്ന ഒരു കാര്യമുണ്ട്. ഷിംജിത പോയി നിന്നപ്പോൾ ഓക്കെ ദീപകിൻ്റെ കൈ ബാഗ് എടുത്തപ്പോൾ തട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ചിന്തിക്കുന്ന പോലെ ദീപക് തട്ടിയതായിരിക്കാം. പക്ഷെ ഞങ്ങൾ ദീപകിനെ കുറ്റം പറയാത്തതിൻ്റെ റീസൺ എന്താ അറിയോ? അങ്ങനൊരു തട്ട്
അബദ്ധത്തിലാണെങ്കിലും മനഃപൂർവ്വമാണെങ്കിലും ഒരു സ്ത്രീയുടെ ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വരുന്ന ഒരു എക്സ്പ്രഷനും അവർ കാണിക്കേണ്ടതായ ഒരു ബോഡി ലാംഗ്വേജും അല്ല ഷിംജിത കാണിച്ചത്. അപ്പം അത് ദീപക്കിൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയോ ഇല്ലേ എന്നുള്ളതല്ല, ഇപ്പുറത്തതൊരു വലിയ തെറ്റാണ്, ഒരു റോങ് മെസ്സേജാണ്. അതാണ് മെച്യൂരിറ്റി. അങ്ങനെയാണ് ഫെമിനിസ്റ്റ് ലൈനിൽ ചിന്തിക്കുന്നവരും കുറച്ച് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നവരും ഒരു വിഷയത്തിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ശ്രീലക്ഷ്മിയൊക്കെ വെറും എന്താ പറയുക, കോമഡി പീസ്, പപ്പറ്റ് നാടകമാണ് ഈ സോഷ്യൽ മീഡിയ കാണിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ദിലീപിന്റെ പടത്തില് ലാലേട്ടൻ നമ്മുടെ ഫാൽക്കെ അവാർഡ് മേടിച്ച ഇത്രയും മക്തായ ഒരു വ്യക്തിനെ വളരെ മോശമായിട്ടാണ്. അതെ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇമോഷന്റെ പുറത്തൊന്നും പറഞ്ഞില്ല. അത് ദിലീപിന്റെ പടത്തിൽ ലാലേട്ടൻ അഭിനയിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ലാലേട്ടൻ ഇതിപ്പോ ഒരാൾ അഭിനയിക്കാതിരിക്കുക, അതൊക്കെ ആളുടെ ഒരു പ്രൊഫഷണൽ. അതെ, അത് അവരുടെ പ്രൊഫഷനാണ്. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാനുള്ള റൈറ്റ് ഇല്ലേ? എനിക്ക് പറയാനുള്ള റൈറ്റ് ഇല്ലേ? എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആളൊക്കെ തോന്നിവാസം പറയുന്നത് അത്ര ശരിയായിട്ട് തോന്നുന്നു. ഞാൻ പറയാം, അഖിൽ മാരാറിനെയാണ് ഞാനത് തെറി വിളിച്ചു പോയി. അത് അവന്മാര് കട്ട് ചെയ്ത് മോഹൻലാലിനെ അതുകൊണ്ട് കയറ്റിയിട്ടു. ആരും കട്ട് ചെയ്ത് മോഹൻലാലിൻ്റെ അടുത്ത് കയറ്റിയിട്ടൊന്നുമില്ല. മോഹൻലാലിനെ തെറി വിളിച്ചില്ല എന്നുള്ളൂ. പക്ഷെ മോഹൻലാലിനെ പറയാനുള്ളതൊക്കെ നന്നായി പറഞ്ഞിട്ടുണ്ട്. ശ്രീലക്ഷ്മി അറക്കലിന് ഈ പറഞ്ഞ മോഹൻലാൽ ദിലീപിൻ്റെ ഒപ്പം അഭിനയിച്ചത് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ശ്രീലക്ഷ്മി അറക്കൽ ഈ പറഞ്ഞ വേടനെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്കും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ശ്രീലക്ഷ്മി അറക്കലിനോട് ആർഗ്യൂ ചെയ്യാൻ വന്ന ശ്രീലക്ഷ്മി അറക്കൽ അത് സമ്മതിക്കുമോ? ശ്രീലക്ഷ്മി എന്താ പറയുക, എൻ്റെ ഫ്രണ്ട്, എൻ്റെ ഇഷ്ടം ഞാൻ നോക്കിക്കൊണ്ട്. മോഹൻലാലിനോട് പോയിട്ട് ഇത് പറഞ്ഞാൽ മോഹൻലാൽ നാളെ അതല്ലേ പറയൂ. എന്തോ നടയത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടൻ നല്ലൊരു പൊളിറ്റിക്കൽ കരിയർ ഉള്ളതാണ്. അയാൾ കൺട്രോൾ ചെയ്യുവാണെങ്കിൽ അയാളുടെ പൊളിറ്റിക്കൽ കരിയർ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഒരു സ്ത്രീ താങ്കൾക്ക് താല്പര്യമുണ്ട്, എനിക്ക് താങ്കളുടെ ഒരു ഇഷ്ടമുണ്ട്, താങ്കളുടെ കൂടെ കിടക്കാൻ റെഡിയാണെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനാണെങ്കിൽ, അപ്പൊ ഒരു സ്ത്രീ ഇപ്പൊ എന്നോട് ഇപ്പൊ കുറെ പേര് പറയാറുണ്ട് ഇത്, അപ്പൊ ഞാൻ കൺട്രോൾ ചെയ്തല്ലേ ജീവിക്കുന്നത്. അത് താങ്കളുടെ പെർസ്പെക്റ്റീവ്. താങ്കൾ പറഞ്ഞു താങ്കൾ ഓരോരുത്തർക്ക് ഓരോ എത്തിക്സ് ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞിട്ടുള്ളൂ സെക്ഷൽ ലൈഫിൽ ഡിസിപ്ലിൻ നമ്മൾ പാലിക്കുവാണെങ്കിൽ ഇതുപോലുള്ള പബ്ലിക് ഫിഗേഴ്സിന് കുറച്ചുകൂടെ അവരുടെ പ്രൊഫഷനിലും ഒക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ വരാതെ ഒളിഞ്ഞും മറിഞ്ഞും ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല എന്നുള്ളതല്ല കാര്യമല്ല. കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ്, അതായത് ഇപ്പം പെട്ടെന്നൊരു ഫെയിം വരുമ്പോഴത്തേക്ക്, ഇപ്പൊ ഞാനത് അനുഭവിച്ചിട്ടുള്ള, പെട്ടെന്നൊരു ഫെയിം വരുമ്പോഴത്തേക്ക് ഒത്തിരി ഫ്രണ്ട്സ്, ഒത്തിരി ആൾക്കാർ, ഒത്തിരി പേര് ക്രഷ് അത് ഇതെന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ അതിനകത്ത് സെലക്റ്റീവ് ആയിട്ട് എന്താ പറയാ, കറക്റ്റ് അത് നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കി വേണം. നമ്മുടെ സെക്സ് ലൈഫ് എന്നൊക്കെ പറയുന്നത് സെലക്ട് ചെയ്തിട്ടായിരിക്കാം ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇവർക്ക് മെസ്സേജ് അയച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഒത്തിരി പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഇപ്പൊ എന്റെ പേരിൽ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? എന്റെ പേരിൽ അങ്ങനെ വേണം അലിഗേഷൻ വരാമല്ലോ. ഇപ്പൊ ഞാൻ ഇത്രയും ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ എത്ര സ്ത്രീകളുടെ പേരിൽ അങ്ങനെ അലിഗേഷൻ വന്നിട്ടുണ്ട്. സ്ത്രീകളുടെ പേരിൽ വന്നു കഴിഞ്ഞാൽ ആണുങ്ങൾ സ്വാഭാവികമായിട്ടും അതൊരു ക്രെഡിറ്റ് ആയിട്ടാണ് ആണുങ്ങൾ എടുക്കാറുള്ളത്. എങ്ങനെ? അതായത് അവർക്ക് എന്നോട് ഒരു ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ അവൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു എന്ന് കരുതിയോണ്ട് പുരുഷന്മാർ ഇതുവരെ ഈ പെൺകുട്ടി എന്നെ പീഡിപ്പിക്കല്ല, അല്ലെങ്കിൽ എന്റെ കൂടെ കിടക്കാൻ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് എവിടെയും വരില്ല. അതെന്താ വരാത്തെ? പുരുഷന്മാർക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ സ്ത്രീകൾക്ക് അതിന്റെ ആവശ്യമുണ്ട്. സ്ത്രീകൾക്ക് അതിന്റെ ആവശ്യമുണ്ട്. കാരണം അവര് എന്താന്ന് വെച്ചാൽ, ഞാൻ പറയുന്ന പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇത് സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയത്, അതായത് സീരിയസ് ആയിട്ട് എന്ത് മനസ്സിലാക്കി, ഇവിടെ പ്രിഡേറ്റർ മൈൻഡ് സെറ്റ് കാണിക്കുന്ന വളരെ പ്രിഡേറ്ററിസ്റ്റിക് ആയിട്ടുള്ള മോഡസ് ഉള്ള, ഓക്കെ, ഫെയിം ഉപയോഗിച്ച് അപ്രോച്ച് ചെയ്യുന്ന സ്ത്രീകളിൽ ഏറ്റവും സോഫ്റ്റ് ടാർഗറ്റ് ആയിട്ടുള്ള സ്ത്രീയെ നോക്കി ഇരയാക്കി അവരിലൂടെ എല്ലാവർക്കും ഒരു സിമിലർ മോഡസ് അപ്ലൈ ചെയ്ത് റാൻഡം പിക്കല്ല, വളരെ കാൽക്കുലേറ്റ് ചെയ്ത പിക്കായിട്ട് എടുത്ത ആളുകളെ പിക്ക് ചെയ്ത് അവർക്ക് വാഗ്ദാനം കൊടുത്ത് അവരെ റിലേഷൻഷിപ്പിലേക്ക് വലിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രിഡേറ്റർ മൈൻഡ് സെറ്റുള്ള രണ്ടാൾക്കാരെ കുറിച്ചിട്ട് നിങ്ങൾ ഇത്ര ഈസി ആയിട്ട് അവർ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ഏറ്റവും നല്ലത് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട എന്താ, ഒന്നും ചെയ്യണ്ട, ഫെയിമിലിരിക്കും, ഇങ്ങനത്തെ പണി എടുത്താൽ പണി കിട്ടുന്നല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ. അടുത്തത്, നമ്മൾ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലാവുമ്പോൾ ആണുങ്ങൾ കുറച്ചുകൂടെ അതൊരു കാഷ്വൽ റിലേഷൻഷിപ്പ് ആയിട്ടാണ് നോക്കിക്കാണുന്നത്. ഒരു എന്താ പറയാ, പഴയ ഭാഷ, അതായത് ഈ കുലസ്ത്രീകളുടെ ഭാഷയിലാണ് യൂസ് ആൻഡ് ത്രോ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അങ്ങനെയല്ല. ഒരു ഇപ്പൊ ഞാനും എന്റെ റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെന്റ് വെക്കാത്ത ആളാണ്. അതായത് നമ്മൾ എത്ര കാലം പോകുന്നറിയില്ല. കമ്മിറ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ടാണ് പല ആൾക്കാരും ചിന്തിക്കുന്നത്, യൂസ് ആൻഡ് ത്രോ എന്ന് ചിന്തിക്കുന്നത്. അപ്പം ഇത് വ്യക്തമായി സ്ത്രീകളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വരുന്ന എപ്പോഴാന്ന് ഞാൻ പറയാം. അതായത് നമ്മൾ ഈ സെക്ഷൽ റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ ഒക്കെ ചിലപ്പോൾ ഇത് കാഷ്വൽ ആയിട്ട് തോന്നും. പക്ഷെ കുറച്ച് ഇന്റിമസി ഒക്കെ വന്നു കഴിയുമ്പോൾ ഇവർക്ക് പ്രണയം ഉണ്ടാവുകയും അങ്ങനത്തെ ഒക്കെ പ്രണയം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇത് കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞാൽ കാലഘട്ടത്തിന്റെ അതായത് ഇവിടുത്തെ എന്താ പറയാ, പുരുഷന്മാരുടെ ആ സൈക്കോളജിക്കൊത്ത്
ഇവിടുത്തെ സ്ത്രീകൾ വളർന്നിട്ടില്ല. അത് നേരെയാണ് തിരിച്ചു പറയണ്ട. അതായത് പുരുഷന്മാരിപ്പോ ഒരു കമ്മിറ്റഡ് ലൈഫിലോട്ട് ചിന്തിക്കുമ്പോൾ സ്ത്രീകൾ അവിടെ നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത്. എനിക്കങ്ങനെ എന്റെ ലൈഫിൽ എന്റെ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതായത് എനിക്ക് തോന്നിട്ടുള്ളത് ഈ ആൾക്കാരൊക്കെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ എല്ലാം വന്ന കേസ് എന്ന് പറയുമ്പോൾ സ്ത്രീകളൊക്കെ കമ്മിറ്റ്മെന്റ് ആഗ്രഹിച്ച് കല്യാണം കഴിക്കാന്ന് വാഗ്ദാനം ചെയ്തു. എല്ലാവരും ഇതല്ലേ പറയുന്നത്? കല്യാണം കഴിക്കാൻ വാഗ്ദാനം ചെയ്തു എന്ന് പറയുമ്പോൾ എന്താ? അത് കമ്മിറ്റ്മെന്റ് ആണ്. കമ്മിറ്റ്മെന്റ് പ്രതീക്ഷിച്ചാണ്. കമ്മിറ്റ്മെന്റിൽ നിന്ന് അവര് മാറി പോകുമ്പോഴുള്ള ഫ്രസ്ട്രേഷൻ. ഇവിടെ ആണും പെണ്ണും പ്രശ്നമാണ്, അല്ലാതെ ആണിങ്ങനെ പെണ്ണിങ്ങനെ ഇങ്ങനെ പറയുന്നു എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. നമ്മളൊരു ബന്ധം ചൂസ് ചെയ്യുകയാണ്, അത് നമ്മുടെ ലൈഫിൻ്റെ ഏത് സ്റ്റേജിൽ ഇരുന്നിട്ടാണ് നമ്മളൊരു ബന്ധം ചൂസ് ചെയ്യുന്നത്. ചൂസ് ചെയ്ത ബന്ധം കറക്റ്റായിരിക്കണം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇൻറ്റൻഷൻ മനസ്സിലാവണം. നമ്മൾ ബ്ലൈൻഡ് ആവരുത്. ലവിലാണെങ്കിലും ലസ്റ്റിലാണെങ്കിലും ബ്ലൈൻഡ് ആവരുത്. അത്രമാത്രം നോക്കിയാൽ മതി. കാരണം ഓപ്പോസിറ്റ് സൈഡ് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള പരിചയമായിരിക്കാം, ഡയറക്റ്റുള്ള പരിചയമായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. നമ്മുടെ ലൈഫാണ്, നമ്മൾ ചൂസ് ചെയ്യാണ്. ലൈഫിൻ്റെ ഏത് പോയിന്റിലും അതിൻ്റെ മുകളിലൊരു കൺട്രോൾ നമുക്ക് വേണം. ചീറ്റ് ചെയ്യപ്പെടുന്നു, ചീറ്റ് ചെയ്തു എന്നറിഞ്ഞു കഴിഞ്ഞാൽ വളരെ മാന്യമായിട്ട് അത് കട്ട് ചെയ്ത് പോരാൻ നമ്മളെ കൊണ്ട് പറ്റണം. പിന്നെയും നമ്മൾ ആ വ്യക്തി നമ്മളെ മുതലെടുക്കാമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സ്റ്റിക്കായിട്ട് അവിടെ ഇങ്ങനെ നിന്നു പോകരുത്. ചൂഷണം ചെയ്യാൻ വേണ്ടി നിന്നു കൊടുക്കരുത്. മനസ്സിലായോ? ഇത് ആണിനും പെണ്ണിനും പറ്റുന്നൊരു സിറ്റുവേഷനാണ്. അല്ലാതെ ഇതൊരു ആണുങ്ങൾ മാത്രം ചെയ്തു, പെണ്ണുങ്ങളെ അവർ പറ്റിച്ചു, ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ മാത്രം അങ്ങനെ ചെയ്തു, ആണുങ്ങളെ പറ്റിച്ചു. ഇന്നോ ആണും പെണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടും, സ്നേഹിക്കും, ഒക്കെ ചെയ്യും. കലാകാരമായിട്ട് നടക്കുന്ന പരിപാടി. പക്ഷേ ആസ് എൻ ഇൻഡിവിജ്വൽ, ആസ് എ ഇൻഡിവിജ്വൽ ഹ്യൂമൻ ബീങ്, നമ്മുടെ ലൈഫ്, നമ്മുടെ ചോയ്സ്, നമ്മളത് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റണം, സാധിക്കണം. ഇമോഷണൽ ബോണ്ടുകൾക്ക് മുകളിൽ നമ്മളൊന്ന് ചിന്തിക്കണം. പറ്റിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചിന്തിച്ച് തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ഹെൽപ്പ് സീക്കണം. അതിന് നല്ല എൻവയോൺമെൻറ്റ് ചുറ്റും ഉണ്ടാക്കണം, നല്ല അറ്റ്മോസ്ഫിയർ ചുറ്റും ഉണ്ടാക്കി വെക്കണം, നല്ല ഫ്രണ്ട്ഷിപ്പ് വേണം, നല്ല റിലേഷനിലായിട്ട് കീപ്പ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് എടുക്കാൻ പറ്റും. ലവിൽ ബ്ലൈൻഡായി പോയിട്ട് നമ്മളെല്ലാം കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അതാണ് ആ സംഭവം. അതായത് ആദ്യമായിട്ട് ഇങ്ങനെ എക്സ്പോസ് ചെയ്യുമ്പോഴും ആൾക്കാർ നോക്കാൻ ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പൊ ഞാൻ നോക്കും, അനവീത്ത് പെൺപിള്ളേരൊക്കെ ഷോർട്ട് ഡ്രസ് ഒക്കെ ഇല്ലേ വരുന്നത്, ആരും നോക്കൊന്നുമില്ല. അത് ഇപ്പൊ എന്റെ നാട്ടിൽ പോയിട്ട് പക്ഷെ എനിക്ക് ആ ഡ്രസ് ഇടാൻ പറ്റത്തില്ല. സ്ലീവ്ലെസ് പോലുള്ള ഡ്രസ് പോലും ഇടാൻ വേണ്ടി പറ്റത്തില്ല. ഗ്രാമത്തിലെത്തുമ്പോൾ കുലസ്ത്രീയാവുകയും ഞാൻ ഗ്രാമത്തിലെത്തുമ്പോൾ ഞാൻ പാല് മേടിക്കാൻ പോകുന്ന വേണ്ടി ഒരു ഇത്രയും ഉള്ളൊരു നിക്കറ് കാലിന് മുട്ടിന് താഴെ വരെ ഉണ്ട്. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു പോയി എടുത്തിട്ടുള്ള ആക്ടിവിസ്റ്റുകൾ അവിടെയും ഗ്രാമത്തിൽ മാറ്റിയെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം. എനിക്ക് അങ്ങനെ എല്ലാത്തൊന്നും മാറ്റിയെടുക്കാൻ എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റുന്നത്. ഇപ്പൊ ഞാൻ അവിടെ പോയിട്ട് നമ്മളെല്ലാം അറിയുന്ന ആൾക്കാരാ. അപ്പൊ പിന്നെ എന്താ അവര് റീസൺ ഒന്നും അല്ല, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് എല്ലാം അറിയുന്നതാണല്ലോ. പക്ഷെ നമ്മള് ഈ അവരുടെ അടുത്ത് മുന്നിൽ പോയിട്ട് ഇവരിങ്ങനെ ചോദിക്കും, അത് നമ്മുടെ വീട്ടുകാർക്കൊക്കെ ഒരു വിഷമല്ലേ. വീട്ടുകാരുടെ വിഷമം നോക്കിയിട്ടാണോ? അതെ വീട്ടുകാരുടെ വിഷമം. നമ്മൾ ഇപ്പൊ എന്റെ അമ്മമ്മ എന്ന് പറയുന്ന ഒരു ഇത്രയും പ്രായമുള്ള ഒരാളാണ്. അവരെ നമുക്ക് എന്റെ സോഷ്യൽ മീഡിയ നടക്കുന്ന കാര്യങ്ങളൊന്നും അവരറിയുന്നില്ല. അറിഞ്ഞാൽ ഇത് അവസാനിക്കോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. അവരൊക്കെ കുഴിയിലേക്ക് കാൽ നീട്ടിരിക്കുന്ന ആൾക്കാരല്ലേ. നമ്മൾ അങ്ങനെയല്ലോ. നമ്മുടെ ഈ സമൂഹത്തെ കുറെ കൊല്ലം കൂടെ ചലിക്കേണ്ട സമൂഹമല്ലേ. നല്ല ബെസ്റ്റ്. ആളെ അമ്മമ്മ കാണുകയാണ്, പേരക്കുട്ടി ഇരുന്നിട്ട് കുഴിക്ക് കാലം നിട്ടിരിക്കുന്നത് തള്ളേനെ പറ്റിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നടയത് ഇതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ പറഞ്ഞ വർത്താനം പ്രോഗ്രസീവ് തോട്ട്സ്. സൊസൈറ്റിക്ക് മുന്നിൽ ഞാൻ മാറി ഞാൻ കാണിച്ചു കൊടുക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ എന്നിലുള്ള മാറ്റങ്ങൾ, ഇവിടെ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന റെവല്യൂഷൻ, പ്രോഗ്രസീവ് ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെ ഞാൻ എൻ്റെ സെൽഫായിട്ടുള്ള എൻ്റെ ലൈഫിൽ നടത്തി കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇത് സൊസൈറ്റിക്ക് ഇട്ട് കൊടുക്കാൻ. ഇത് സ്വന്തം വീട്ടിൽ പോകുമ്പോൾ വീട്ടുകാരുടെ ഇമോഷൻ, വീട്ടുകാർ അവരുടെ കെയറിങ്, അല്ലെങ്കിൽ നാട്ടുകാർ വീട്ടുകാരോട് എന്ത് പറയും എന്നുള്ള ചിന്ത, വീട്ടുകാർക്ക് വേണ്ടിയിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ പ്രോഗ്രഷനും ഇല്ല, ഒരു ചേമ്പുന്തണ്ടി ഇല്ല, ആദർശവും ഇല്ല, ഒന്നുമില്ല, ആശയവും ആദർശവും ഒന്നുമില്ല. അപ്പോൾ ആ വീട്ടുകാർക്ക് കൊടുക്കുന്ന കൺസിഡറേഷൻ, ശ്രീലക്ഷ്മി വീട്ടുകാരോട് ചെയ്യുന്ന രീതിയിലുള്ള ഈ തരത്തിലുള്ളൊരു സ്പേസ് കൊടുക്കലും കൺസിഡറേഷനൊക്കെ എല്ലാവരും വീട്ടിലും കൊടുക്കും. എല്ലാവരും മക്കളാണ്, ആരുടെയെങ്കിലുമൊക്കെ മക്കളും ഒക്കെയാണ്. മനസ്സിലായോ? ഈ ദീപകിൻ്റെ വിഷയത്തിന് നാട്ടുകാർ ഇത്രയേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ കൺസിഡറേഷനാണ് അന്ന് നമ്മൾ ആ ഫാമിലിക്ക് കൊടുത്തത്. നിങ്ങൾക്കത് ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഫാമിലിയോടുണ്ടല്ലോ, അതന്നെ വലിയ കാര്യം. എനിക്ക് അവരുടെ അച്ഛനും അമ്മയും അറിയുന്നത് എനിക്കതിനെ അനലൈസ് ചെയ്യാനുള്ള കഴിവില്ല. പക്ഷെ എന്റെ അമ്മ പറഞ്ഞത് പറഞ്ഞാൽ
അത് കള്ളക്കരച്ചിലാന്ന് അമ്മയ്ക്ക് തോന്നിയെന്നാ. ഇപ്പൊ ചെകുത്താനെ വിളിച്ചപ്പോ ചെകുത്താനും പറഞ്ഞത് കള്ളക്കരച്ചിലാന്ന് തോന്നി. എന്റെ വേറൊരു ഫ്രണ്ടിനെ വിളിച്ചു, അയാളും പറഞ്ഞ കള്ളക്കരച്ചിലാന്ന് തോന്നി. ഇപ്പൊ എന്നെ വിളിക്കുന്നൊക്കെ ആൾക്കാരെന്താ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും എന്നെ വിളിക്കുന്നത്. അപ്പൊ അവര് വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ പക്ഷെ എനിക്കതിനകത്ത് അഭിപ്രായമില്ല. എനിക്ക് കള്ളക്കരച്ചിലാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കില്ല. സ്വന്തം വീട്ടില് മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മ കരയും, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മകൾ കരയും എന്നുള്ളൊരു സിറ്റുവേഷനുള്ളൊരു വീടും കുടുംബമാണ് എന്നുള്ളത് ശ്രീലക്ഷ്മി ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ദീപകിൻ്റെ ഫാമിലി, മനസ്സിലായോ? എന്നിട്ട് ശ്രീലക്ഷ്മിൻ്റെ അമ്മ അത് കണ്ടപ്പോൾ കള്ളക്കരച്ചിലാന്ന് പറഞ്ഞു, ചെകുത്താൻ പോട്ട് വേറൊരു തൊലിഞ്ഞാപ്പി. ഇതിനകത്ത് ശ്രീലക്ഷ്മിൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി. അവരവരുടെ ലൈഫിൽ പലതും അനുഭവിച്ച ഒരാളാണെന്ന് താങ്കൾ തന്നെ പറയാറുണ്ട്. അച്ഛൻ ഇതേപോലെ പല വിവാഹവും കഴിച്ച് അവരെ പറ്റിച്ചു പോയി, അവർ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് സക്കാത്ത് മേടിച്ച് മകളെ വളർത്തിയ ഒരമ്മ അങ്ങനെ ആ വേറൊരു അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണീരിന് അതൊക്കെ വെറും ഉടായിപ്പാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീലക്ഷ്മിയുടെ കരച്ചിലിനും ശ്രീലക്ഷ്മിയുടെ അമ്മ ഉടായിപ്പാന്ന് പറയുന്നത് ചാൻസ് ചെയ്യാൻ കാണുന്നുണ്ട്. ഇങ്ങനെ തമാശയൊക്കെ എന്റെ കുട്ടികളൊക്കെ പറയുമ്പോൾ ഇവർ പറയും, എടി നിനക്ക് 10 പേരുമായിട്ട് പോലും റിലേഷൻഷിപ്പില്ല, എന്നിട്ടാണോ നീ ഈ പേര് മൊത്തം കേൾക്കുന്നതെന്നൊക്കെ. അപ്പം വളരെ കുറച്ച് സെക്ഷൽ റിലേഷൻഷിപ്പേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പം അതിനകത്ത് തന്നെ എന്താ പറയാ, ഒരു തവണ സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടായിട്ട് വിട്ട് കളഞ്ഞ നമുക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നി, നമുക്ക് ഒരു രീതിയിലും കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്ന ആൾക്കാരെ വിട്ട് കളഞ്ഞ കേസുണ്ട്. വേറൊരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പയ്യനായിട്ട് സെക്ഷൽ വെറുതെ കാഷ്വൽ ആയിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി. അതിനുശേഷം എന്ത് ചെയ്തു, ഭയങ്കര ആ സെക്സ് വളർന്നു പിന്നെ പ്രേമമായി, അങ്ങനെ ഭയങ്കര പ്രേമം അങ്ങായി പോയി. അത് കുറെ കൊല്ലം കണ്ടിന്യൂ ചെയ്തു. സെക്സിന് വാല്യൂ അത് എന്ന് പറഞ്ഞാൽ എന്റെ വാല്യൂ അല്ല നിങ്ങളുടെ. ഇപ്പൊ എന്റെ വാല്യൂ എന്ന് പറയുന്നില്ല, ഇപ്പൊ സെക്സിന് ഞാൻ കൊടുക്കുന്ന വാല്യൂ അത് ഓരോ സമയത്തും ഡിഫറെന്റ് ആണ്. അതങ്ങനെ മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ സൈക്കോളജി പരമായിട്ട് നമ്മളൊരു 4 പേരായിട്ട് സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ 5ാമത്തെ ആളായിട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ വികാരവും ഇതിന്റെ ആ ഒരു ബോണ്ട് നഷ്ടപ്പെടുമെന്നാണ് സൈക്കോളജിസ്റ്റുകൾ. എന്താ അതിന്റെ റെഫറൻസ് കൊടുക്കണം കറക്റ്റ് ആയിട്ട്. റെഫറൻസ് എനിക്കത് തോന്നിയിട്ടില്ല, എന്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ 4-5 പേരുമായിട്ട് സെക്സ് ചെയ്തിട്ട് അടുത്ത അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. അത് അങ്ങനെ ഒരു സംഭവമേ അല്ല. അത് നമ്മുടെ ഓരോ ലൈഫ് സ്റ്റേജിലും ഓരോ തരത്തിലാണ്. ഇപ്പൊ നമ്മള് അഡോളസെന്റ് ഒരു 20-22 വയസ്സിൽ ഒരാളുമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മെന്റൽ കണക്ഷനും നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ അങ്ങനെ കുറച്ചുകൂടെ പൈങ്കിളി അത് അങ്ങനെ. അത് കഴിഞ്ഞ് നമ്മുടെ ജീവിത സാഹചര്യം പറയുമ്പോൾ നമ്മൾ വേറെ ഈ ശ്രീലക്ഷ്മി അറക്കൽ അവരുടെ റിലേഷൻഷിപ്പിനെയൊക്കെ കുറിച്ച് വളരെ ഇങ്ങനെ തുറന്ന് പറയുന്ന കാര്യത്തിനൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അവരെവിടെയും ഒളിപ്പിച്ച് വെക്കുന്നില്ല അവർക്ക് റിലേഷൻ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻ ഉണ്ടായിട്ടില്ല എന്നൊന്നും അവരെവിടെയും ഒളിപ്പിച്ച് വെക്കുന്നില്ല. അവർ വളരെ കൂളായിട്ട് പറയുന്നു. അവരുടെ ലൈഫിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കമ്മിറ്റ്മെൻറ്റ്സ് എടുക്കാൻ താല്പര്യമില്ല. കമ്മിറ്റഡ് ആവാൻ താല്പര്യമില്ല. മേ ബി അവരുടെ ഈ പ്രീവിയസ് ട്രോമ, അച്ഛനമ്മ സീനായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ അവർ ഡീൽ ചെയ്യുന്ന ഈ സിറ്റുവേഷൻ, അതായത് അവരുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ആരും പീസ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുട്ടികൾ ചിലപ്പോൾ ഒരു ട്യൂഷൻ എടുക്കാൻ പോകുന്നത് കുട്ടികൾ ചിലപ്പോൾ പീസ് മൈൻഡഡ് ആയിട്ടിരിക്കാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു കുട്ടിത്തെ അവർ കാണിക്കുന്നുണ്ടാവും. അല്ലാത്ത പക്ഷം അവരുടെ ലൈഫിലൊരു മോസ്റ്റ് മെജോറിറ്റിയും ടൈം ഈ പറഞ്ഞ പ്രശ്നങ്ങൾ മാത്രം കേട്ടും ഡീൽ ചെയ്തും പോവുകയാണ്. മനസ്സിലായോ? ഇത് സോ കോൾഡ് ഫെമിനിസ്റ്റ് ലൈനിൽ ഇരിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ സീൻ അതാണ്. രാവിലെ നീച്ചാൽ തുടങ്ങും, അവിടെ ഭർത്താവ് പറ്റിച്ചു, ഇവിടെ അച്ഛൻ അടിച്ചു, അവിടെ മറ്റേത് കാണിച്ചു, ഭാര്യ ഭർത്താവ് ബന്ധം തകർന്നു, അവിടെ പറ്റിച്ചു പോയി, അവിടെ കുളിച്ചിത് കേട്ട് കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ സാധനം എടുക്കാൻ തന്നെ പേടിയായിരിക്കും. അങ്ങനത്തെ ഒരു ലൈനിൽ വന്നിരിക്കുമ്പോൾ എന്താ അറിയോ, അവരുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ എന്താവും, ഒരു വ്യക്തിയെ കാണുന്നു, പ്രേമിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, അയാളായിട്ട് കുറച്ച് കാലം ചിലപ്പോൾ സെക്സിലൂടെയുള്ള ഒരു സ്നേഹത്തിലേക്ക് എത്താം, സ്നേഹത്തിലൂടെ സെക്സിലേക്ക് എത്താം. രണ്ടും തെറ്റല്ല. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇവിടെ സെക്സ് ചെയ്ത് പിന്നെ സ്നേഹിക്കുന്നവരുണ്ട്, സ്നേഹം കൂടി പിന്നെ സെക്സിലേക്ക് പോകുന്നവരുണ്ട്. എൻഡ് ഓഫ് ദ ഡേ ഈ സ്നേഹവും സെക്സും ഒക്കെ ഒരൊറ്റ സാധനത്തിനകത്തിരിക്കുന്നതല്ലേ. അതുകൊണ്ട് അതിലൊന്നും ശ്രീലക്ഷ്മിയെ പിടിച്ച് കുറ്റം പറയാനൊന്നും ഞാൻ നിൽക്കില്ല. കാരണം അതൊക്കെ കുറച്ചും കൂടി ഒരു പ്രോഗ്രസീവ് ലൈനിൽ ചിന്തിക്കുന്നവർക്ക് ഇനി ഓരോ വർഷങ്ങൾക്ക് ശേഷം ശ്രീലക്ഷ്മി പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇവർ കറക്റ്റ് ആയിരുന്നല്ലോ എന്നുള്ള ഫീലിംഗ് വരും. ഇപ്പം കുറേ ഈ സദാചാര എലമെൻറ്റ്സ് കൊണ്ട് നടക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇവളെ വെടിന്ന് വിളിച്ച ആൾക്കാരോട് നമ്മളെങ്ങനെ തെറ്റു പറയും, ഇവള് കണ്ട ആണുങ്ങളൊപ്പം അങ്ങനെ പോകണോളൂ, ഇങ്ങനത്തെ ചോദ്യമായിരിക്കും ഇപ്പോൾ ശ്രീലക്ഷ്മിക്കെതിരെ വരുന്നത് അല്ലേ. പക്ഷെ നേരത്തെ ശ്രീലക്ഷ്മി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ എൻ്റെ റിലേഷൻസ് കീപ്പ് ചെയ്ത് പോയതിൽ ഏതെങ്കിലും ഒരാണ് വന്നിട്ട് ഞാൻ പറ്റിച്ചു വഞ്ചിച്ചു എന്നുള്ളത് പറഞ്ഞു. അവർക്കത് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അവരുടെ ആ റിലേഷൻഷിപ്പൊക്കെ അവർ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ ലോങ് ടേം കൊണ്ടുപോയി ബ്രേക്ക് ചെയ്തിട്ട് അവർ മൂവ് ഓൺ ചെയ്യുന്നു എന്ന് അവർ പറയുന്നുണ്ട് ഈ ഇൻ്റർവ്യൂവിനകത്തൊക്കെ. അപ്പം ഇതൊന്നും ഇക്വേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ വാക്ക് വിളിച്ചിട്ട് മോശക്കാരിയാക്കരുത്. ശ്രീലക്ഷ്മിയെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ വിമർശിച്ച പോലെ വിമർശിക്കാം. അവരുടെ ആശയങ്ങൾ, അവർ പറയുന്നതിലുള്ള വ്യത്യാസങ്ങൾ, ഇതൊക്കെ വെച്ച് വിമർശിക്കാം. അല്ലാതെ ഇങ്ങനത്തെ വാക്കുകൾ എക്സ്ട്രീം ലെവലിലേക്ക് പോകരുത്. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ ശ്രീലക്ഷ്മി അറപ്പെന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട്.
പക്ഷെ മറ്റേ വാക്കൊന്നും ഞാൻ വിളിച്ചിട്ടില്ല, വിളിക്കാനും പോകുന്നില്ല, വിളിക്കാനും പാടില്ല. അത് എൻ്റർടൈൻ ചെയ്ത് കൊടുക്കാൻ പാടില്ല നിങ്ങൾ. മനസ്സിലായി? കാരണം മനുഷ്യനാണ്. ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയാൽ ചിലപ്പോൾ ദീപക്കിന് സംഭവിച്ചത് നാളെ ഈ ലേഡിക്കും സംഭവിക്കാം. അങ്ങനത്തെ സ്റ്റേജിലേക്ക് നമ്മൾ കൊണ്ടുപോയി എത്തിക്കാതിരിക്കുക. ഓക്കെ, ചോദ്യങ്ങൾ ചോദിക്കാം, കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഉത്തരം കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അയാൾക്ക് ഉത്തരം തരാൻ വയ്യ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഉത്തരം തരാൻ വയ്യ എന്നുള്ള രീതിയിൽ നമുക്ക് മാറാം. ഇല്ല, അവർ ഉത്തരം തരാതെ ഒരു ഈഗോയിസ്റ്റിക് ലൈനിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവർ നമ്മളെ തിരിച്ച് ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ വീണ്ടും ചോദിക്കാം. അങ്ങനത്തെ ഒരു ലൈനെ വെക്കാൻ പാടുമെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ ശ്രീലക്ഷ്മിയുടെ കേസിന് എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രീലക്ഷ്മിയോട് ഇങ്ങനെ ചോദിക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം. എന്താ അങ്ങനെ പറഞ്ഞത്, എന്താ ഇപ്പം പറഞ്ഞതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. പറഞ്ഞാൽ ഒരു ലൈൻ ഓഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്ത് പോവുക ആരോടാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അത് വിട്ട് അവരെ കയറി ആക്രമിച്ച് അവരെ കരയിപ്പിക്കുന്ന. ഇപ്പം ഞാൻ സത്യത്തിൽ കുറേ ഞെട്ടിപ്പോയത് എന്താ പറയുക, ശ്രീലക്ഷ്മി കരയുന്ന കുറേ റീല് കണ്ടപ്പോൾ കുറേ ആൾക്കാർക്ക് സന്തോഷമായി. ഇത് ദീപക്കിന് വേണ്ടി, ദീപക്കിൻ്റെ കുടുംബത്തിന് വേണ്ടി. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് പറയാം, ദീപക്കിൻ്റെ അമ്മയോ അച്ഛനോ ശ്രീലക്ഷ്മിൻ്റെ കണ്ണീര് കണ്ടിട്ട് അവർ സമാധാനിക്കില്ല. അതൊരു അച്ഛനും അമ്മയ്ക്കും പറ്റില്ല. മനസ്സിലായി? അതൊരു അച്ഛനും അമ്മയ്ക്കും പറ്റില്ല. ഒരു അച്ഛനും അമ്മയ്ക്കും പറ്റില്ല എന്ന് പറയുന്നില്ല. ശ്രീലക്ഷ്മീൻ്റെ അമ്മ അവർ കരയുമ്പോൾ ഇത് കള്ളക്കണ്ണീരാന്ന് പറഞ്ഞു ആ അച്ഛനമ്മേനെയും കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീലക്ഷ്മി കരയുമ്പോൾ ഒരിക്കലും അത് മറ്റവർക്കുള്ള പ്രായശ്ചിത്തമാവില്ല. ശ്രീലക്ഷ്മിയുടെ കർമ്മയാണ്, ശ്രീലക്ഷ്മിയുടെ ജീവിതത്തിലെ അവസ്ഥയായിരിക്കണം ചിലപ്പോൾ ശ്രീലക്ഷ്മിയെ കൊണ്ട് കരയിപ്പിച്ചത്. അത് ഈ വാക്കിലൂടെ വന്ന ഹേർട്ട് മാത്രമായിരിക്കില്ല, വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അതിൻ്റെ ഉള്ളിൽ. മനസ്സിലായോ? ഒരു മനുഷ്യൻ കരയണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ആയിരിക്കും, ആ സ്റ്റേജ് ആയിരിക്കുമല്ലോ. അത് ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു രീതിയിൽ അവരോട് ചോദിക്കാനുള്ളത് ചോദിക്കുക. അവർ മാറ്റി മാറ്റി പറയുമ്പോൾ അതെന്ത് എന്നുള്ളത് നമുക്ക് ചോദ്യം ചെയ്യാം, അല്ലാതെ നമുക്കത് എടുത്ത് എക്സ്പോസ് ചെയ്ത് കാണിക്കാം. അത്രയേ ഉള്ളൂ. ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഞാൻ പറയുന്നത് അവരുടെ പ്രൊഫൈലിൽ എഴുതിയിട്ടോ, എഴുത്തിൽ ഇവർ അടിപൊളിയാണ്. കുറേയൊക്കെ ഒരു 99% ഇവർ അടിപൊളിയാണ്. സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ കയ്യിൽ നിന്ന് പോകണത്.